നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജമാൽ കൊച്ചങ്ങാടിയാണ്. ജമാൽക്ക ഒരു പുരുഷായുസ് മുഴുവൻ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ഇപ്പോൾ 81 വയസ്സായി. ഇതിൽ 60 വർഷവും പത്രപ്രവർത്തനം തന്നെയായിരുന്നു. പത്രപ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ജമാൽക്ക, ഈ എനിക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചതിൻ്റെ തലേ വർഷം ജമാൽക്ക പത്രപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 1963 അതെ 61 എൻ്റെ ആദ്യത്തെ പുസ്തകം വന്നു. പത്രപ്രവർത്തനത്തിന് മുമ്പേ പുസ്തകം വന്നു. ഏതാ 61 പിന്നെ ഞാൻ SLCക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. അത് 2 പേർ കൂടിയുള്ള പുസ്തകമാണ്. അത് പിന്നെ ചെറുകഥകളുടെ സമാഹാരം 2 പേരുടെ 5, 3, 1. അത് ഒരാളുടെ 5 കഥകളും ഒരാളുടെ 3 കഥകളും. ജമാൽഖാന്റെ പുസ്തകങ്ങളിൽ വായിക്കേണ്ടത് ശരിക്കും ജമാൽഖാന്റെ ആമുഖങ്ങളാണ് എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ആദാന പ്രധാനങ്ങളിൽ തന്നെ ജമാൽക്ക പറഞ്ഞു വെക്കുന്ന ഒരു സംഗതിയുണ്ട്. വിഭിന്ന സംസ്കാരങ്ങൾക്ക് ഒരേ സ്ഥലത്ത് ഒരേ പ്രദേശത്ത് സൗഹാർദ്ദത്തോടെ ദീർഘകാലം കഴിഞ്ഞു പോകാം എന്നതിനുള്ള ഉദാഹരണമാണ് കേരളം എന്ന്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ ഈ സാധനത്തിന് ഈ പ്രത്യേകതയെ അങ്ങനെ പഠിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ പറയുന്നുണ്ട്, അല്ലേ? അതെ ശരിയല്ലേ? അത് ശരിയാണെന്ന് മാത്രമല്ല, ആ പറഞ്ഞു വെച്ചൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ വിഭിന്ന സംസ്കാരങ്ങൾക്ക് ഒരു പ്രദേശത്ത് സൗഹാർദ്ദത്തോടെ ദീർഘകാലം സഹവർത്തിക്കാൻ കഴിയുമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി കേരളം വാഴ്ത്തപ്പെടുന്നു. ലോക ചരിത്രത്തിൽ തന്നെ അസാധാരണമായ പ്രതിഭാസമാണിത്. ഇതിന്റെ കാരണങ്ങൾ ഇനിയും വേണ്ടത്ര അപഗ്രഥിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മുന്നോട്ട് വെക്കുന്ന ആ നിരീക്ഷണത്തിന്റെ ഒരു ക്രിയേറ്റീവ് എക്സ്റ്റൻഷൻ ആയിരുന്നില്ലേ ഈ ഏറ്റവും അവസാനത്തെ നോവൽ സിനഗോഗിലെ? അതൊക്കെ അതിൽ തന്നെ വരുന്നതാണ്. കാരണം നോവൽ എന്നുള്ളത് വരുമ്പോൾ എനിക്ക് എപ്പോഴും ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നോവല് ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കാണ്. അത് ഒരു പത്രപ്രവർത്തന സംഗതിയോ ഒന്നുമല്ലല്ലോ. നോവല് എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ഒരു ജീവിതം, നമുക്ക് അപരിചിതമായ ഒരു സമൂഹത്തെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രധാരണം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവർ തമ്മിലുള്ള ഇണക്കവും പിണക്കവും ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. ഈ നോവലിൽ വരുന്നുണ്ട്. 250 കൊല്ലത്തെ ചരിത്രം പറയുന്നുണ്ട്. അതായത് ഒരു കറുത്ത ജൂതൻ എന്നും ബ്രൗൺ ജൂതൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ AB സേലം എന്ന് പറഞ്ഞ ആള്, AB സേലം കോച്ച എന്ന് വിളിക്കുന്ന ജൂതന്മാരെ കോച്ച എന്ന് വിളിക്കുന്ന കൊച്ചിയിൽ മാത്രമാണ്. ഈ കോച്ച എന്ന് പറഞ്ഞ കോഹൻ ലോപിച്ചിട്ട്, കോഹൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തങ്ങന്മാരെ പോലെയൊക്കെ അവർക്ക് ചില ചടങ്ങുകള് സുന്നത്ത് കഴിക്കണം. അവർക്ക് സുന്നത്ത് കഴിക്കാൻ കോഹൻ വന്നിട്ടാണ് കഴിക്കുന്നത്. അതൊക്കെ നോവലിൽ പറയുന്നുണ്ട്. അതുപോലെ അല്ല, അറക്കുന്ന ഇയാളാണ് ഷോഹത്ത് എന്ന് പറഞ്ഞിട്ട്, ആ അറവുകാരന് ഷോഹത്ത്. അതിന് പ്രത്യേക കത്തിയുണ്ട്. വളരെ റിജിഡായിട്ടുള്ള നിയമങ്ങളാണ് ഇവർ. അപ്പോൾ ഈ ഒരു കുടുംബം 250 കൊല്ലം ആ തെരുവിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം, അവിടെ താമസിച്ചുകൊണ്ട് തന്നെ 250 കൊല്ലം വർണ്ണവിവേചനത്തിനെതിരായത്. അല്ലാതെ ഈ ഒരു സെമിറ്റിക് മതങ്ങളിൽ അങ്ങനെ വർണ്ണവിവേചനം ഇല്ല. ഇസ്ലാമില് പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമും ജൂതമതവും കേരളത്തിലെത്തിയപ്പോൾ അതുണ്ടായി. അതെ, ഉണ്ടായി. കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ഒരു സാവർണ്യബോധം ഇതില്ലേ, അത് നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യാപിച്ചായിരിക്കും. കാരണം ഇവര് വന്നപ്പോൾ 500 കൊല്ലം മുമ്പ് പോർച്ചുഗൽ, സ്പെയിൻ, ഇവിടെ നിന്ന് വന്ന കുറെ യൂറോപ്യൻ ജ്യൂസ് വന്നു. അതാണ് ബെൽത്ത രൂപം. അവരുണ്ടാക്കിയതാണ് ഈ സിനഗോഗ് ലൈൻ. ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള സിനഗോഗ്, പരദേശി സിനഗോഗ്. അവരെ വിളിക്കുന്നത് തന്നെ പരദേശി എന്നാണ്. അപ്പൊ തന്നെ അവർ ഔട്ട്കാസ്റ്റാന്നുള്ളത്. പക്ഷെ അവര് കത്തി ഫോർക്കും കൊണ്ടൊക്കെ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നൊക്കെ കത്തി ഫോർക്കെല്ലാം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ വാപ്പ ഇവര് പോയതിന് ശേഷം ഇവരുടെ വീട് എടുത്തിട്ടാണ് ഇവര് ഓഫീസാക്കിയെന്ന് തോന്നുന്നു. എൻ്റെ വാപ്പ
കോയൽഫെഡിന്റെ സ്ഥാപകനാണല്ലോ. അതെ അതെ. കോയൽഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചിൻ സെൻട്രൽ കോയൽ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം പിന്നെ ട്രാവൻകൂറിലുള്ള അതുപോലെയുള്ള വേറൊരു സ്ഥാപനമായിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് കോയൽഫെഡ് ഉണ്ടാകുന്നത്. അതിന്റെ സ്ഥാപകനാണ് പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത ഓഫീസ് ഇവരുടെ വീടായിരുന്നു. ഇവരുടെ വീടായിരുന്നു. അവിടെ ഈ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ശരി. നെരിപ്പൊടിന് അങ്ങനെ ഉണ്ട്, നെരിപ്പൊടുണ്ട്. കാരണം അല്ലാതെ നമുക്കിവിടെ നെരിപ്പൊടിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ശരിക്കും അവരുടെ ആ ജൂതന്മാരുടെ ചരിത്രം ജമാൽക്ക് നോവലായിട്ട് എഴുതിയതാണെന്നും തോന്നുന്നു ചില ഘട്ടത്തിൽ. ചരിത്രമാണ് ആണ് അവരുടെ ചരിത്രം. അതെ, അവരുടെ ചരിത്രമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുപാട് മുമ്പ്, ഇപ്പം എനിക്ക് തോന്നി ജമാൽക്ക് അതിന് മുമ്പ് എഴുതിയിട്ടുള്ള ഈ ദാനിയേൽ കൊച്ച എന്ന് പറഞ്ഞ കഥയും തീത്തുരുത്തിയിലെ സാറ എന്ന് പറഞ്ഞ നോവലേറ്റും ഒക്കെ സിനോഗോഗ് ലൈനിലേക്കുള്ള ഒരു വരവായിരുന്നു. അല്ല, അത് തന്നെയാണ് അത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട ഒരു നോവൽ എഴുതാമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഈ പത്രപ്രവർത്തനം ജേർണലിസത്തിൽ വന്നതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കില്ല എൻ്റെ പണി. അപ്പൊ ഇതിന് ക്രിയേറ്റിവിറ്റി റൈറ്റിങ്ങിന് നല്ല മാനസികമായ ഒരുക്കങ്ങൾ വേണം, അല്ലാതെ പറ്റൂല. അത് അതിനു വേണ്ടിയുള്ള ഒരു അർപ്പണം വേണം. അത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ 250 കൊല്ലം ഞാൻ 250 പേജ് പോലും എടുക്കാതെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ചരിത്രത്തിനെ പറ്റി പറയുമ്പോഴേ, ചരിത്രം വായിക്കും അല്ലെങ്കിൽ ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ പലരും പറഞ്ഞു പോകുന്നൊരു സാധനം, ആവർത്തിച്ച് വായിച്ചു പോകുന്ന കേട്ടു പോകുന്നൊരു സാധനമാണ് ചരിത്രപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പശ്ചാത്തലം വ്യക്തമായിട്ട് പറഞ്ഞു പോകണം. പശ്ചാത്തലം വ്യക്തമായിട്ട് പറഞ്ഞു പോയാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. പക്ഷെ ഇത് ജമാൽക്ക ഈ ഒരു പത്രപ്രവർത്തകൻ, ഒരു എഡിറ്ററൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണം പരമാവധി ഒഴിവാക്കിയിട്ട് ചുരുക്കാൻ നോക്കിയിട്ടുണ്ട് ഈ നോവല്. അതുണ്ട്. അത് എനിക്ക് നോവലിനെ പറ്റിയുള്ള കോൺസെപ്റ്റാണ്, എൻ്റെ സങ്കല്പമാണ്. കാരണം ഈ ആധുനിക കാലത്ത് വളരെ നീട്ടി, ഇപ്പൊ എസ് കെ പൊറ്റക്കാട് എഴുതിയിരുന്ന പോലെ ആ തെരുവിൻ്റെ കഥ, തെരുവ് വളരെ നീട്ടി വലിച്ച് എഴുതേണ്ട, വിശദീകരിക്കേണ്ട കാര്യമില്ല. ആധുനിക കാലത്ത് പ്രബുദ്ധരായിട്ടുള്ള വായനക്കാരാണുള്ളത്. അപ്പൊ അവര് നമ്മളെ ഒന്ന് കോറി കിട്ടിയ, ഇപ്പൊ ചിത്രകാരൻ ഒന്ന് കോറി കിട്ടി കഴിഞ്ഞാല് അത് മനസ്സിലാക്കാൻ വായനക്കാരന് സാധിക്കും. ചില അവിടെ ഇവിടെയൊക്കെ വിട്ട് പോയിട്ടുണ്ട്. വിട്ടു പോയതല്ല, മനഃപൂർവ്വം വിട്ടതാണ്. അത് അവര് വായിക്കണം, അത് അവരുടെ പണിയാണ്. അവര് അല്ല, അത് ഒരു കാരണം രണ്ടുപേര് തമ്മിലുള്ള ഒരു സംവേദനമാണ് ഒരു എഴുത്തുകാരനും വായനക്കാരൻ. അപ്പൊ എഴുത്തുകാരൻ വിട്ടുപോയത് പൂരിപ്പിക്കേണ്ടത് ഇയാളുടെ ആവശ്യമാണ്. എല്ലാം വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സിനിമകൾ തന്നെ നിങ്ങൾ നോക്ക്, ഏത് സിനിമയിലും അങ്ങനെ വളരെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, സൂചനകൾ മതി. സിനഗോഗ് ലൈനിലേക്ക് അല്ലെങ്കിൽ സിനഗോഗ് ലൈനിൽ പോലത്തെ ഒരു നോവലിലേക്ക് തുടക്കത്തിലേക്ക് എത്താനുള്ള ഈ അങ്ങനത്തെ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ട് നോവലാക്കാനുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ഓർമ്മ വരിക PS സൈദ് മുഹമ്മദ് സാറേ. ഞാനത് അന്ന് തുടക്കത്തിൽ തന്നെ PS സൈദ് മുഹമ്മദ് ആണോ മെന്റർ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, പറയാം. അതിന്റെ കാരണം എനിക്ക് തോന്നിയത് വെച്ചാൽ മൂപ്പര് ഒരേ സമയം ഇസ്ലാമിക് സെമിനാർ നടത്തുന്നു, ജൂതപ്പള്ളിയുടെ 100ാം വാർഷികം നടത്തുന്നു, മഹാവീര ജയന്തി നടത്തുന്നു, പിന്നെ കൊങ്കണികളുടെ റിസർച്ച് സെന്റർ നടത്തുന്നു. അതേ സമയത്ത് സാഹിത്യ പരിഷത്തിന്റെ പരിപാടികൾ മുഴുവൻ ഏറ്റെടുക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന, ഇതെല്ലാം കൂടെ വരുന്ന ഒരു സാധനം തന്നെയാണല്ലോ ഈ സിനഗോഗ് ലൈനും. അല്ല, അത് ചിലപ്പോ സൈദുമക്കന്റെ ഒരു തുടർച്ചയായിരിക്കണം. ഞാൻ ഇത് എല്ലാം തുടർച്ചകളാണ്. നാസറിന്റെ ജീവിതം നോക്കിയാല് നാസറിന് ഇതുപോലെ തുടർച്ചകൾ ഉണ്ടാവും. നമ്മള് ഒറ്റക്ക് ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ തനിച്ചല്ല, മനുഷ്യന് സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്നപ്പോ ഞാൻ അത് സ്വാംശീകരിക്കേണ്ടതുണ്ട്, അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യകാലത്ത് ഉള്ള എൻ്റെ കഥകൾ 5-3-1 SLCക്ക് പഠിക്കുമ്പോൾ എഴുതിയ കഥകളിൽ പോലും കൊച്ചിയുടെ ചില സംഗതികളുണ്ട്. കാരണം
പിന്നെ സായിപ്പന്മാരിങ്ങനെ റിക്ഷ വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ വന്നണ സാർ എന്ന് ചോദിച്ചു പോകുന്ന തെരുവ് കുട്ടികളെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങണത്. ആ കഥ തുടങ്ങുന്നത്. ആ കഥ തുടങ്ങണത് അവസാനം ഇതാണ് എന്റെ കൊച്ചി, ഇതെന്റെ കൊച്ചി, ഇതെന്റെ കൊച്ചി ഇതെന്റെ കൊച്ചി വരെ എത്തി. കൊച്ചി എന്റെ മനസ്സിലെപ്പോഴും അതുകൊണ്ട് എന്നാ കൊച്ചിയേക്കാളേറെ പിന്നെ കൂടുതൽ ആയുസ് കോഴിക്കോടാ. അതെ, പക്ഷെ കൊച്ചിയാണ് കൂടുതൽ എന്നെ ഹോണ്ട് ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരു വിഷാദം കൂടെ ആയിരിക്കാം. അത് എന്താണെന്ന് നമുക്കറിയില്ല, നമ്മളെ കൈവിട്ടു പോയതാണോ? അതെ, ചിലപ്പോ അതായിരിക്കും. എന്തായാലും പിന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അത് ആർക്കും ഉണ്ടാവും. അത് ഇപ്പൊ നാസറിന് വയനാട് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമല്ലോ, അതുപോലെ കോഴിക്കോട് അപ്പൊ അങ്ങനെ എഴുതാൻ തോന്നിയിട്ടില്ലേ? കോഴിക്കോട് ഉണ്ട്. കോഴിക്കോടിനെ കുറിച്ച് എഴുതി തുടങ്ങിയ ഒരു നോവല് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് തീർത്തത്. അപ്പൊ ഇനി എനിക്ക് അത് എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടല്ല. അപ്പൊ അത് തീർന്നിട്ട് രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കില്ലല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ജമാൽ ഖാന്റെ പുസ്തകങ്ങളിൽ ഞാൻ പിന്നെ വായിച്ചു നോക്കുന്നത് പിന്നെ ക്ലാസിക് അഭിമുഖങ്ങളാണ്. അതിലൊന്ന് ജമാൽക്ക അഭിമുഖങ്ങൾ എന്നുള്ളതിനെ ജമാൽക്ക അഭിമുഖത്തിന് കലാമാധ്യമം എന്ന് പറയുന്നുണ്ട്, മാധ്യമ കല എന്ന് പറയുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ അതിൽ ജമാൽക്ക പറയുന്നത് ഈ ഒരു അഭിമുഖം ഇതിൽ എല്ലാം ഉണ്ട്. ആഭിചാരത്തിൻ്റെ, ചാരപ്പണിയുടെ, കുംഭസാരത്തിൻ്റെ ഒക്കെ അംശങ്ങളുണ്ട് എന്ന് പറയുന്നത്. അപ്പം എന്തേ കുംഭസരിക്കാനുണ്ടോ? എനിക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല. അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ അഭിമുഖങ്ങളൊന്നും അധികം സംഭാഷണങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ. ഞാൻ അഭിമുഖങ്ങളുടെ ഒരു ചരിത്രം എഴുതിയാണ്. അതിൽ നിന്നുള്ള കേസ് അത് വലിയ വലിയ ആളുകളുടെയാണ്. കാരണം കാൾ മാർക്സ് ഉണ്ട്, ഗാന്ധിജി ഉണ്ട്, പിന്നെ മാവോ ഉണ്ട്, ഹിറ്റ്ലർ, മുസോളിനി, പിന്നെ ഫ്രോയിഡ്, ടോൾസ്റ്റോയി, മാർക്കേസ്, ബോർഹസ്, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. 20ഓളം ഉണ്ട്. 20ഓളം ഉണ്ടല്ലോ. 25 പേരുണ്ട്. അവസാനം പിന്നെ അതൊക്കെ നൗഫല് കൊണ്ടു തന്നോ. ഞാൻ എൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുസ്തകങ്ങള് മിക്കവാറും ഞാൻ ഈ ഗ്യാപ്പ് ഒരു പത്രത്തിൽ നിന്ന് വേറൊരു പത്രത്തിലേക്ക് ഇപ്പൊ മാധ്യമത്തിൽ നിന്ന് ഞാൻ വിരമിച്ച് 2002 ഞാൻ വിരമിച്ചത്. പിന്നെ ആ സമയത്ത് ആണ് നൗഷാദ് വരുന്നത്. നൗഷാദ് എന്നെ കൊണ്ട് കുറെ പുസ്തകങ്ങൾ ചെയ്യിച്ചു. പല പുസ്തകങ്ങളും ആശയങ്ങൾ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത് നൗഷാദാണ്. നൗഷാദ് ഇപ്പോൾ ഈ അഭിമുഖങ്ങൾ, ക്ലാസിക് അഭിമുഖങ്ങൾ, പിന്നെ കൊളംബസും മറ്റു യാത്രികരും, ലതാ മങ്കേഷ്കർ, വിശ്വസാഹിത്യ പ്രതിഭകൾ, അത് ഞാനും ഷെൽവിയും കൂടി ആലോചിച്ച പരിപാടിയായിരുന്നു. അപ്പൊ പിന്നെ ഷെൽവി അതിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയി. ഒരു വലിയ സ്കീം ഉണ്ടായിരുന്നു ഞാൻ ഷെൽവിയും കൂടി ചെയ്ത് ഈ 20ാം നൂറ്റാണ്ടിനെ കുറിച്ച്. അപ്പൊ ഷെൽവി മരിച്ചിട്ട് തന്നെ ഇപ്പൊ 4 നൂറ്റാണ്ടായി. അത് ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചായിരുന്നു. പിന്നെ അത് നൗഷാദ് ചെയ്ത്, നൗഷാദാണ് ഒക്കെ ചെയ്ത്. എൻ്റെ റഫീനാമ ചെയ്ത് നൗഷാദാണ്. പിന്നെ എൻ്റെ പുസ്തകങ്ങളുടെ കാര്യത്തിൽ നൗഷാദ് എൻ്റെ ഒരു പ്രേരണയും വളരെ അധികമാണ്. അത് എടുത്തു പറയേണ്ടതുണ്ട്. അഭിമുഖത്തിന്റെ കാര്യത്തിൽ അലി ജമാൽക്ക പറയുന്ന വേറൊരു വാക്കുണ്ട്, അഭിമുഖം സജീവമാകുന്നതിൽ പങ്കെടുക്കുന്ന രണ്ടാളുകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലൂടെയാണ്. അതെ, പ്രതിപ്രവർത്തനവും ഉണ്ടല്ലോ. അപ്പോൾ അത് പല ഈ ചരിത്രത്തിലൂടെ വരുമ്പോൾ, അഭിമുഖങ്ങൾ വരുമ്പോൾ, ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടാകാറില്ല. ഇപ്പോൾ മിക്കവാറും ആളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരേ കാലത്ത് ടേപ്പ് റെക്കോർഡുകൾ വന്നത് ഒരു സംഭവമായിരുന്നു അഭിമുഖങ്ങളുടെ ചരിത്രത്തിൽ. ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറിയാന ഫാലസി എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു സ്ത്രീയാണ്. അവരാണ് ഈ ആഭിചാരങ്ങളെ പറ്റി പറയുമ്പോൾ അവരെ വഴിക്ക് കൊണ്ടുവരികയാണ്. വലിയ ആളുകളെ വീഴ്ത്തി പ്രശ്നം പറയിപ്പിക്കാനില്ല. ഇപ്പൊ നമ്മളെ ആധുനിക ജേർണലിസത്തിൽ അങ്ങനെ പല സംഗതികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് പണ്ടേ ഉണ്ട്. കോഴിക്കോടിനെ കുറിച്ചുള്ള നോവൽ
ഈ വർഷം അവസാനം പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കാം അല്ലേ? അല്ല അങ്ങനെ എഴുതി വരുമ്പോ ഇപ്പൊ സമയം എടുക്കുമെന്നും അറിയില്ല. ഇപ്പൊ എനിക്ക് ഈ 30-ാം തീയതി വരുമ്പോ 82 ആയി. ഉം. അപ്പോ പിന്നെ ഇപ്പൊ എനിക്ക് പ്രത്യക്ഷത്തില് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള പോലെ തോന്നുന്നില്ല. ഇനി എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് അത് എഴുതണം. എഴുതാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ജമാൽക്ക് എഴുത്തിന് എന്തെങ്കിലും ടൈം ടേബിളോ പിന്നെ സമയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇന്ന് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കണം. പകലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ രാത്രി ഉറക്കിച്ചിരുന്ന് ചെയ്യണം. അങ്ങനെയൊക്കെ ആണ്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് എഴുതണം. കോഴിക്കോട് എൻ്റെ മനസ്സിൽ ഉണ്ട് ഉള്ളതാണല്ലേ? ചെയ്യണം. കൊച്ചിയിൽ തന്നെ ഒരുപാട് സംഗതി. കാരണം കൊച്ചിയിൽ ഒരുപാട് സങ്കര സമുദായങ്ങളുണ്ട്. പല പല അതെ, അതെ. സമുദായങ്ങളുണ്ട്. അവരുടെ ജീവിതം പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയില്. മട്ടാഞ്ചേരിയിൽ 10-20 കൾച്ചർ ഉം. ഗ്രൂപ്പുകളുണ്ട്, സാംസ്കാരിക വിഭാഗങ്ങളുണ്ട്. അവര് തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളുണ്ടല്ലോ, അവര് കൂടിച്ചേരുമ്പോഴുള്ള പ്രതിപ്രവർത്തനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് ഇതൊക്കെ ഇപ്പൊ നാസർ നേരത്തെ ചോദിച്ച പോലെ ആദാന പ്രദാനങ്ങൾ എന്ന് പറഞ്ഞതുണ്ടല്ലോ. അതെ, അതെ. ഇപ്പോ ഈ ജൂതന്മാരുടെ കയ്യില് യഹൂദ മലയാളം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു എന്നുള്ള പലർക്കും അറിയില്ല. ഞാൻ ഉമ്മ എന്നാണ് അവര് വിളിക്കണത് എന്നുള്ള കാര്യം മിക്കവർക്കും മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ആ ഇതിൽ തന്നെ ജമാൽക്ക് ഉപയോഗിക്കുന്നുണ്ട് ഏകനായ ഏകൻ, ഏകനായ ഏകൻ, ഒരുവനായ ഒരുവൻ, ഇങ്ങനെയുള്ള ചില ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. കാരണം എല്ലാം ഒന്നല്ലേ, തുടർച്ചകളല്ലേ, എല്ലാം തുടർച്ചകളാണ്. പരസ്പര ബന്ധമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യര് പരസ്പര ബന്ധത്തിൽ അല്ലാതെ, അത് ഞാൻ എൻ്റെ ഈ പിന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പുസ്തകം അതിൻ്റെ ആമുഖത്തിലും ഉണ്ട് പറയുന്നുണ്ട്. പുരവയിടുന്നതിനെ പറ്റി പറയുന്നില്ല. പുരവയിടുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. പിന്നെ ഉമർ മുഖ്താറിനെ വധിക്കുമ്പോ. അതെ അതെ. അപ്പൊ കുരവിടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കുരവിടുന്നത്? കുരവയിടുക എന്ന് പറഞ്ഞ ഒരു യാത്രാമംഗളം. വിവാഹം നടത്തുന്ന സമയത്ത് കുരവിട്ടുകൊണ്ട് നമ്മള് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇങ്ങനെ അത് ചെയ്യുന്ന, അതാണ് കുരവിടുന്നത്. അത് തന്നെ മോഹൻലാലിന്റെ സിനിമയില്, അരവിന്ദന്റെ സിനിമയില് അതില് ഉണ്ടല്ലോ. മോഹൻലാല് പോകുമ്പോ ബംഗാളിലുള്ള, അപ്പൊ ബംഗാളിലും പിന്നെ മറ്റേ ലിബിയയിലെ ഉമർ മുഖ്താറിന്റെ എല്ലായിടത്തും കുരവിടെല്ലാം ഉണ്ട്. ഈ കുരവിടുന്ന സംസ്കാരം എങ്ങനെ അവിടെ വന്ന്? ഈ കുരവിടുന്ന സംസ്കാരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണോ? അവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇതിൽ ജൂതന്മാരുടെ മൊട്ടമാലയെ കുറിച്ച് പറയുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് അവർ അങ്ങോട്ട് പോയതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് നമുക്കറിയില്ല. അധികം കാലം കോഴിക്കോടാണ് ജീവിച്ചത്. അധികാലം കോഴിക്കോടാണ് ജീവിച്ചത്. കോഴിക്കോട് നല്ല സൗഹൃദം ഉള്ള, ഇപ്പൊ കോഴിക്കോട് വന്നവരാരും തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീർ മുതലുള്ള എല്ലാ ആളുകളും ഇവിടെ ബഷീറിനെ എനിക്ക് കിട്ടിയതും ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ബഷീർ സജീവമായിട്ടുള്ള സമയമാണല്ലോ. അതെ അതെ. അതുപോലെ തന്നെ അന്ന് കൊടുങ്ങല്ലൂരില്ലേ, കൊടുങ്ങല്ലൂർ 1.5 കൊല്ലം ഉണ്ടായിട്ടില്ല. മാധ്യമത്തിൽ രണ്ടാളും ഒരുമിച്ചുണ്ടേ. നമ്മളൊന്നിച്ചായിരുന്നല്ല. കാരണം 1.5 കൊല്ലമാണ് പിന്നെ കൊടുങ്ങല്ലൂര് അവിടെ ഉണ്ടായിരുന്നത്, മാധ്യമത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മരിച്ചു, പെട്ടെന്നുള്ള മരണമായിരുന്നു. പക്ഷേ ഈ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കൾച്ചറൽ ജേർണലിസമായിട്ട് വലിയ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ലേഔട്ടൊന്നും കൊടുങ്ങല്ലൂര് പറയും, ആളുകൾ വായിക്കട്ടെ, എന്തിനാണ് ചിത്രങ്ങൾ വെക്കണമെന്ന് ചോദിക്കും. മൂപ്പര് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു ഡീപ്പാണ്. രാഷ്ട്രീയവും ദർശനവും കൂടെ ചേർന്നിട്ടുള്ള അതാണ് മൂപ്പരുടെ രീതി, വേറെ ഒരു രീതിയിലാണ്. അങ്ങനെ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമല്ലോ, അതൊക്കെ ഉണ്ട്. അതെ, നല്ല ആഴം ഉള്ള ചിന്തകനായിരുന്നു കൊടുങ്ങല്ലൂര്. പക്ഷെ ഈ മോഡേൺ ജേർണലിസത്തിന്റെ രീതികളെ കുറിച്ച് അതുകൊണ്ടാണ് എന്റെ സഹായം തേടിയത്. മാനേജ്മെന്റ് പറഞ്ഞ് 2 ദിവസം ജമാല്
ഇതിലേക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഇത് ചെയ്തു. ശരിക്കും കോഴിക്കോടിന്റെ ഇന്ന് ജമാൽക്കാക്ക് അങ്ങനത്തെ ഒരു നഷ്ടം എന്ന് പറയാനുള്ളത് കൊടുങ്ങല്ലൂരല്ലാതെ പിന്നെയുള്ളത് കൊച്ചുബാവായിരിക്കും അല്ലേ? കൊച്ചുവാവ നല്ല അടുപ്പായിരുന്നു, കാരണം വീട്ടിൻ്റെ അടുത്തായിരുന്നു. വല്ലാത്തൊരു നഷ്ടമായിരുന്നു. കാരണം അന്ന് തലേ ദിവസം ഉച്ചക്ക് ഓഫീസിൽ വന്ന് സംസാരിച്ച്. അപ്പോൾ സിനഗോഗ് ലൈനിന് ശേഷം സിനഗോഗ് ലൈൻ ജമാൽഖാൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പകുതി പതിഞ്ഞു കിടക്കുന്ന കൊച്ചിയെക്കുറിച്ചുള്ള നോവലാണ്. രണ്ടാം പകുതി ജമാൽ കൊച്ചങ്ങാടിയുടെ ജീവിതത്തിൻ്റെ രണ്ടാം പകുതി 40 വർഷങ്ങൾ കിടക്കുന്ന കോഴിക്കോടിനെ കുറിച്ചും ഒരു നോവൽ പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.